ഞാനിവിടെ കട്ട വെയിറ്റിംഗ്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടോക്സ്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സംതിങ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇത്. ഈ ഒരു ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ. എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഉമ്മേനെയും ഉപ്പേനെയും കാണാൻ പോവാണ്. അവർ രണ്ടുപേരും ഇന്നിവിടെ ദുബായിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷത്തിലാണ്, അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ നാട്ടിൽ പോയി വരാറുണ്ട്. ഇത്തവണ കൊറോണയൊക്കെ ആയ കാരണം നാട്ടിൽ പോകാൻ പറ്റില്ല. ഇപ്പോഴും വെക്കേഷനാണ്, ഇപ്പോഴും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സങ്കടത്തിലിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം വിളിച്ചപ്പോൾ ഉമ്മ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. പിന്നെ എന്ത് വേണം, അത് കേട്ടപ്പോൾ മുതൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഒരുപാട് സന്തോഷം. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ പാരൻസ് അത് എപ്പോഴും നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അവരെ മിസ് ചെയ്യുന്നിടത്തോളം വേറെ ആരെയും നമ്മൾ മിസ് ചെയ്യൂല. ഇപ്പോൾ നാട്ടിലാണെങ്കിലും കല്യാണം കഴിച്ച വീട്ടിൽ കുറച്ച് ദിവസം പോയി നിന്നിട്ടാണെങ്കിലും നമുക്ക് കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓടി വരാനും കാണാനും മിണ്ടാനൊക്കെ ഭയങ്കരമായിട്ട് നമുക്കൊരു ഫീല് വരും. അപ്പോൾ ഒരു വർഷം കാണാതെ ഇരുന്നപ്പോഴുള്ള ആ ഒരു വിഷമം എല്ലാം കൂടെ തീർക്കാൻ പോവാണ്. ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അവർ വരുന്നതോടനുബന്ധിച്ച് ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നൊക്കെ പരിപാടിയിലായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മക്ക് പൊടീൻ്റെ അലർജിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് വീട് മൊത്തത്തിൽ പൊടിയെല്ലാം അടിച്ച് വാരി പുറത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്തു. ഓൾറെഡി ക്ലീൻ ആയിരുന്നു, എന്നാൽ പോലും എൻ്റെ രീതിയിലുള്ള കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ. അവർക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള ഡെയിലി യൂസിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതൊക്കെ തിരക്കിലായിരുന്നു. പിന്നെ അവർ ഇപ്പോൾ ഇന്ന് രാത്രിയാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. നല്ല ബിസിയാണ്. എന്നാലും ഞാനിപ്പോൾ ചെറുതായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റ്സും ഒരുക്കങ്ങളൊക്കെ ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു. വീട്ടിലേക്ക് അതിഥികൾ വരുന്നത് എപ്പോഴും നമുക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മുടെ അടുത്ത് നിൽക്കാനായിട്ട് വരുമ്പോൾ ഡബിൾ ഹാപ്പി ആയിരിക്കും. ഉപ്പയും ഉമ്മയും വരുന്നതുകൊണ്ട് തന്നെ അവരെ വരവേൽക്കാനായിട്ടുള്ള ഒരുപാട് ഒരുക്കങ്ങളിലാണ് ഞാൻ. വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് നേരത്തെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ബെഡ്റൂം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും സ്റ്റേ ചെയ്യാനായിട്ട് വരുമ്പോൾ അവർ നമുക്ക് അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ നേരത്തെ അറിയുന്നതാണെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു പോയിൻ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഉപ്പയും ഉമ്മയും ആയതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ നോക്കി അതിനനുസരിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബെഡ്റൂം ഏകദേശം സെറ്റ് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബെഡൊക്കെ ശരിയാക്കി അതിന് ശേഷം അവർക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഉപ്പേൻ്റെയും ഉമ്മേൻ്റെയും ഇഷ്ടങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് ഷോപ്പ് ചെയ്ത് വാങ്ങിച്ച സാധനങ്ങളാണ്. അപ്പോൾ ഇത് റൂമിൽ ഈസി ആയിട്ട് അവർക്ക് കിട്ടുന്ന രീതിയിൽ ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ക്രീംസ്, പൗഡർ, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡെയിലി യൂസ് ചെയ്യാനുള്ള A to Z എല്ലാ സംഭവങ്ങളും ഞാനിതാ ഇവിടെ സെറ്റ് ചെയ്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് അവരെ വെൽക്കം ചെയ്യാനായിട്ട് പറ്റും. അവർ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് ഇവിടെ വാങ്ങിയിട്ടുണ്ട് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഷെൽഫ് ഇവിടെ എംപ്റ്റി ആക്കി നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം അവരുടെ സാധനങ്ങളും അവരുടെ ലഗേജും ഒക്കെ സൗകര്യത്തിന് വെക്കാനും യൂസ് ചെയ്യാനൊക്കെ കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം.
അപ്പം ചപ്പലും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ അവർക്ക് കിട്ടുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത 2 സംഭവങ്ങളാണ് ഹാൻഡ് സാനിറ്റൈസറും മാസ്കും. അപ്പോൾ അതും ആവശ്യത്തിനുള്ളത് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു ക്യാൻഡിലും കൂടെ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂം ഏകദേശം സെറ്റായി. ഇനി അവർക്ക് നിസ്കരിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള മുസല്ല, ഖുർആൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാനൊരു കോർണറിലൂടെ വെച്ചിട്ടുണ്ട്. അവരാവശ്യത്തിന് അവിടെ എടുത്ത് യൂസ് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ എൻ്റെ ഉമ്മയ്ക്ക് കോപ്പിക്കോ മിഠായി ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പയ്ക്കാണെങ്കിലോ കാഷ്യൂനട്ട്. അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ 2 സംഭവങ്ങളും ഞാനിവിടെ ഹാളിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാം. പിന്നെ എൻ്റെ ഉപ്പയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ ഒരു ഭയങ്കര ചായ പ്രേമിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ ടീ ആയിട്ടോ കട്ടൻ ചായ ആയിട്ടോ ചായ ആയിട്ടോ ഒക്കെ കുടിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു ടീ കോർണർ എന്ന രൂപത്തിൽ ഞാനിവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഗെറ്റിൽ വെച്ചിട്ടുണ്ട്. ചായ തിളപ്പിക്കാൻ ആവശ്യമുള്ള വെള്ളം, ടീ ബാഗ്, സ്നാക്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീട് മൊത്തത്തിൽ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആരാണെങ്കിലും എൻട്രി ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ ഒരുക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ്. അപ്പോൾ അതൊരു നല്ല രീതിയിൽ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ അവർ എത്തിയാൽ മതി. അവർ താഴെ എത്തിയിട്ടുണ്ട്. ആക്ച്വലി പിക്ക് ചെയ്യാൻ ഞങ്ങൾ പോയിട്ടില്ല. ഉമ്മൻ്റെ ഉപ്പൻ്റെ കൂടെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഒന്നിച്ച് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് താഴെ വന്നിട്ടുണ്ട്. മക്കളും നൂറും കൂടെ താഴോട്ട് പോയിട്ടുണ്ട് അവരെ റൂമിലോട്ട് കൊണ്ടുവരാനായിട്ട്. ഞാനിവിടെ കട്ട വെയിറ്റിംഗ്. അങ്ങനെ ഏകദേശം 1 വർഷത്തിന് ശേഷം ഉപ്പേനെയും ഉമ്മേനെയും കാണുകയാണ്. ഭയങ്കര സന്തോഷം. ആ ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഈ വീട്ടിലേക്ക് ഉമ്മയും ആദ്യമായിട്ടാണ് വരുന്നത്. എന്താ പറയുക, നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് നമുക്ക് മനസ്സറിഞ്ഞൊന്ന് ഹഗ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ് കൊറോണ വൈറസ് നമ്മളെല്ലാം എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ സേഫായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇവരെ എയർപോർട്ടിൽ നിന്ന് കൊറോണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം 24 hours റിസൾട്ട് വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്ത് ഇറങ്ങി മറ്റുള്ള ആളുകളും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മളുടെ ബാക്കിയുള്ളവരുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് നമ്മളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ദുബായിൽ നിന്ന് നാട്ടിലേക്കായാലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ടായാലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ പെട്ടി പൊട്ടിക്കുക എന്നുള്ള ചടങ്ങ്. അപ്പോൾ എന്തായാലും ഇത് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാനുള്ള ഭയങ്കരമായൊരു ആകാംക്ഷയിലാണ് ഞാൻ. ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ വന്നപ്പോൾ. കുറേ വെജിറ്റബിൾസൊക്കെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും ഇതൊക്കെ തുറന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം. ഇത് ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ, ചേമ്പും തണ്ട്. ഇത് പിന്നെ നമ്മളൊരു കൂട്ടാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കാറുണ്ട്. ചേമ്പും തണ്ട്, ഉണ്ണിത്തണ്ട്, അതുപോലെ തന്നെ കപ്പയൊക്കെ വെച്ചിട്ട് അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. പച്ചക്കായ ഉണ്ട്, അതായത് നേന്ത്രക്കായ ഉണ്ട്, അതുപോലെ തന്നെ ചെറുപഴം പച്ചയാണ്, ഏകദേശം മൂത്തിരിക്കുന്നതാണ്, അത് വെച്ചാൽ പഴുക്കൂട്ടോ 2 ദിവസത്തിനകത്ത്. കൂർക്ക, ഇതൊക്കെ ഉമ്മ വീട്ടിലുണ്ടാക്കിയാണ് കേട്ടോ.
കൂർക്ക കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോ. ഇതൊക്കെ കഴിച്ചിട്ട് ഒരുപാട് കാലമായി. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ത്രില്ലായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഉണ്ണിത്തണ്ട്, നമ്മുടെ വാഴയുടെ തണ്ട്, ഇത് ഉപ്പേരി വെച്ചാൽ നല്ല സൂപ്പറാണ്. ചേമ്പും തണ്ടിൻ്റെയൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. കപ്പ, ഇത് ഉമ്മ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. കപ്പ, അതുപോലെ തന്നെ ഇടിച്ചക്ക. ഇടിച്ചക്കയൊക്കെ ഉപ്പേരി കഴിച്ച കാലം മറന്നു തന്നെ പറയാം. ഇടിച്ചക്ക ഉണ്ട്. അതുപോലെ തന്നെ പച്ചപ്പപ്പായ ഉമ്മ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കി തരാമെന്ന് ഉമ്മ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ചേനയുണ്ട്, ചേന, അതുപോലെ തന്നെ ചേമ്പ്, വലിയ ചേമ്പാണിത്. ചെറിയ ചേമ്പും ഉണ്ടെന്നാണ് ഉമ്മ പറഞ്ഞത്. പിന്നെ പാഷൻ ഫ്രൂട്ട്, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ്. ഇത് നമ്മുടെ വെള്ളം തിളപ്പിക്കുന്നത്, ഞാൻ എപ്പോഴും വീഡിയോയിലൊക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത്. ഇത് പപ്പായക്കൊരു പ്രത്യേകത ഉണ്ട്, യെല്ലോ കളർ പപ്പായയാണ് കേട്ടോ. വീട്ടിൽ നൂറിൻ്റെ ഉപ്പ ഉണ്ടാക്കിയ പപ്പായയാണത്. നല്ല ചുവന്ന കളറാണ് അകത്ത്, പുറത്ത് വെള്ള കളർ, നല്ല മധുരമുണ്ട് കഴിക്കാൻ. പിന്നെ മുരിങ്ങയുടെ ഇല ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ഊരി തുടങ്ങി. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ചേമ്പിൻ തണ്ട്, ഉണ്ണിത്തണ്ട്, അതുപോലെ തന്നെ കപ്പ, പപ്പായ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ മലപ്പുറം ഭാഗത്തൊക്കെ എപ്പോഴും വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളതിന് കൂട്ടാൻ എന്നാണ് പറയുന്നത് തന്നെ, പേര് തന്നെ കൂട്ടാൻ എന്നാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പച്ചമുളകും ഉപ്പിട്ട് കുക്കറിൽ വേവിച്ച് ചെറിയ ഉള്ളിയിലൊന്ന് താളിച്ചെടുക്കുക. അതാണ് സംഭവം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതൊക്കെ കഴിച്ചിട്ട് ഒരുപാട് കാലമായി. പ്രത്യേകിച്ച് ഉമ്മേൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി തരുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് ഉപ്പയും ഉമ്മയും വന്ന വിശേഷങ്ങളും കാഴ്ചകളും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.